ബഹുമാന്യനായ അധ്യക്ഷൻ ശശീന്ദ്രൻ ബപ്പങ്ങാട് അവരുകൾ, വേദിയിലുള്ള മണ്ഡലം പ്രസിഡന്റ്, വിമൻസ് ജസ്റ്റിസ് മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ പ്രിയപ്പെട്ട സുബൈദ കക്കോടി, പ്രവാസി വെൽഫെയർ ഫോറത്തിൻ്റെ ജില്ലാ സെക്രട്ടറി സലാഹുദ്ദീൻ, ഈ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഷിയാസുദ്ദീൻ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ സഹപ്രവർത്തകരെ, പ്രിയങ്കരായ നാട്ടുകാരെ, സഹോദരന്മാരെ, എല്ലാവരെയും വെൽഫെയർ പാർട്ടി കേരള ഘടകത്തിന് വേണ്ടി വളരെ സന്തോഷത്തോടെ അഭിവാദ്യം ചെയ്യുകയാണ്. കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പ്രചരണ ക്യാമ്പയിൻ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്വേഷ പ്രചാരകരെ തള്ളിക്കളയുക, വിഭജന രാഷ്ട്രീയം ചെറുക്കുക എന്ന പ്രമേയത്തിലൂന്നിക്കൊണ്ട് വ്യത്യസ്തമായ പ്രചരണ പരിപാടികൾ പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊതു പ്രഭാഷണങ്ങൾ, ഒപ്പുശേഖരണങ്ങൾ, വംശീയ അധിക്ഷേപങ്ങളും ഇസ്ലാമിക് ഫോബിയയുമൊക്കെ സോഷ്യൽ മീഡിയകളിലും മറ്റും പല രീതിയിൽ മനുഷ്യർക്കിടയിൽ വിഷവിത്ത് പാകി മുളപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിനെ അവസാനിപ്പിക്കാൻ നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഭീമഹർജി സമർപ്പിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ വ്യത്യസ്ത പ്രചരണ പരിപാടികളുടെ മണ്ഡലം തല ഉദ്ഘാടന സമ്മേളനമാണിവിടെ നടക്കുന്നത്. ഔപചാരികമായി ഈ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യ രാജ്യത്ത് സംഘപരിവാർ അധികാരത്തിൽ വന്നത് RSSൻ്റെ പിന്തുണയുള്ള BJP ഈ രാജ്യത്ത് ഭരണസിരാ കേന്ദ്രത്തിലെത്തിയത് നിരവധിയായ വർഷങ്ങളിലൂടെ വിദ്വേഷ പ്രചരണങ്ങളും വിഭാഗീയ പ്രവർത്തനങ്ങളും വർഗീയ ലഹളകളും മനുഷ്യനെ തമ്മിൽ തല്ലിക്കുന്ന നിരവധിയായ കലാപങ്ങളും നിരന്തരം ഉണ്ടാക്കിക്കൊണ്ടാണ്. അതിനുവേണ്ടി പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും അവർ നടത്തിയിട്ടുണ്ട്. ബാബരി മസ്ജിദ് ഇഷ്യൂ വളരെ കാലം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഇന്ത്യയുടെ മതേതരത്വത്തെ തകിടം മറിക്കാൻ ശ്രമിച്ചത്. ഇന്ത്യ രാജ്യത്തുണ്ടായ വംശീയ കലാപങ്ങൾ അതിന് വഴിയൊരുക്കുന്ന രൂപത്തിൽ പ്രയോജനപ്പെടുത്തി. ഈ രാജ്യത്തിലുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ദളിത് പിന്നോക്ക ജനസമൂഹങ്ങൾ, ആദിവാസികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാർ, അവർക്കെതിരായ ചെറുതും വലുതുമായ വിദ്വേഷ വർത്തമാനങ്ങൾ, വിഭാഗീയ വർത്തമാനങ്ങൾ നിരന്തരമായി പറഞ്ഞും പ്രചരിപ്പിച്ചുമാണ് ഇന്ത്യ രാജ്യത്ത് സംഘപരിവാർ അധികാരത്തിൽ വന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. രാജ്യത്തിൻ്റെ വിഷയങ്ങൾ മാത്രമല്ല, വിദേശ രാജ്യങ്ങളെ വരെ അതിനുവേണ്ടി തരം പോലെ പ്രയോജനപ്പെടുത്തി. അതിന് അനുകൂലമാകുന്ന നിലപാടുകൾ പ്രഖ്യാപിച്ചു. അത്തരം ചില അടയാളങ്ങൾ ചൂണ്ടിക്കാണിച്ചു.
ഇന്ത്യ രാജ്യത്തിലെ സൈനികരെയും ഈ രാജ്യത്തിലെ സാധാരണക്കാരായ നിരവധിയായ മനുഷ്യരെയും ചോരയിലൂടെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടാണ് സംഘപരിവാർ അധികാരത്തിൽ വന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ വിഭാഗീയത അതിൻ്റെ എല്ലാ വരമ്പുകളും ലംഘിച്ച് മുന്നോട്ട് പോയതിൻ്റെ അനുഭവം നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്തിനും ഏതിനും മതവിദ്വേഷങ്ങൾ, ന്യൂനപക്ഷ വിരോധം, അതിനുവേണ്ടിയുള്ള നിയമങ്ങൾ പലതും അവർ നിർമ്മിച്ചു. ഈ രാജ്യത്ത് വർഗീയ ലഹളകളുണ്ടായി. ആ വർഗീയ ലഹളകളിലൂടെ ഏകപക്ഷീയമായി ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിനെതിരെ അതിശക്തമായ ഉന്മൂലനങ്ങൾ നടന്നു. നിരവധി നാടുകളുടെ പേരുകൾ നമുക്ക് ഓർമ്മയുണ്ട്. ഭഗൽപൂര്, താന, മീററ്റ്, പൂന എന്നൊക്കെ പേരിൽ പല സന്ദർഭങ്ങളിൽ ഇന്ത്യ രാജ്യത്ത് നടന്ന ക്രൂരമായ വർഗീയ കലാപങ്ങളുടെ വിളിപ്പേരുള്ള നാടുകളാണിത്. ഗുജറാത്ത് വംശഹത്യ രാജ്യത്ത് വലിയ വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ട് നടന്നു. അതേപോലെ തന്നെ ക്രൈസ്തവ ജനവിഭാഗങ്ങൾക്കെതിരെയുള്ള പല ഉന്മൂലനങ്ങളും നടന്നു. അങ്ങനെ വിഭാഗീയതയുടെ വിഷവിത്ത് പാകി ഇന്ത്യ രാജ്യത്ത് ഭരണം നേടിയവരാണ് സംഘപരിവാർ, BJP, RSS ഗവൺമെന്റ് എന്ന് നമുക്കറിയാം. BJPയുടെ ഫാസിസം വളരുക ചോരച്ചാലുകളിലാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട്, ചിലതരം പുഴുക്കൾ ചാണകത്തിലാണ് വളരുക എന്ന്. അതുപോലെ ഇന്ത്യ രാജ്യത്ത് മനുഷ്യന്റെ ചോരച്ചാലിൽ രാഷ്ട്രീയം പറഞ്ഞ് വളർന്നു വരുന്ന ഏറ്റവും വലിയ വിദ്വേഷ വിഭാഗീയ പ്രസ്ഥാനമാണ് RSSഉം അതിന്റെ പിന്തുണയിൽ ഇന്ത്യ രാജ്യത്ത് ഭരണം കൈയാളുന്ന BJPയും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവരുടെ പ്രസ്താവനകളും ഇവരുടെ ഭരണരീതികളും നിയമനിർമ്മാണങ്ങളുമൊക്കെ ആ രീതിയിലാണ് എന്ന് പല ഘട്ടങ്ങളിൽ നമുക്ക് ബോധ്യപ്പെട്ടതാണ്. ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ഇന്ത്യ രാജ്യത്തുണ്ടായ എല്ലാ നിയമങ്ങളെയും ഈ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് പരിശോധിക്കാൻ നമുക്ക് സാധിക്കും. ഒന്നുകിൽ അത് കോർപ്പറേറ്റ് താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ആ നിയമങ്ങൾ ഇന്ത്യ രാജ്യത്തിലെ ജാതീയമായ പിന്നോക്കമായി പുറന്തള്ളപ്പെട്ട ജനവിഭാഗങ്ങൾക്കെതിരും അതേപോലെ തന്നെ ന്യൂനപക്ഷ സമൂഹങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിനും വേണ്ടിയായിരിക്കും എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഏറ്റവും ഒടുവിൽ ഏറ്റവും വലിയ ചർച്ചയായ പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് പരിശോധിച്ചാൽ ഇന്ത്യ രാജ്യത്ത് ഭരണഘടനാനുസൃതമായ പൗരത്വത്തിന് പകരം വംശീയമായ പൗരത്വം അടിച്ചേൽപ്പിക്കുകയാണ്. ഈ രാജ്യത്തിലുള്ള മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഒഴികെ എല്ലാവരെയും ഒന്നാംകിട പൗരന്മാരായി പരിഗണിക്കുകയും ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ പൗരത്വത്തിന്റെ പേരിൽ സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് വലിയ അപഖ്യാതിയും പിന്നോക്കാവസ്ഥയും ഇന്ത്യ രാജ്യത്തിന്റെ പുറംപോക്കിലേക്ക് പുറന്തള്ളുവാനുള്ള നീക്കവും നടത്തുന്ന നിയമം ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കപ്പെട്ടു. സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭം പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രക്ഷോഭമായിരുന്നു. ഇന്ത്യയിലെ തെരുവുകളുടനീളം വലിയ മുന്നേറ്റങ്ങളുണ്ടായി. ഈ രാജ്യത്തിലെ സ്ത്രീകൾ, വിദ്യാർത്ഥികൾ, വലിയ ജനകീയ സമര പോരാളികൾ ആ പക്ഷത്ത് നിലയുറപ്പിച്ചു. അഥവാ മതേതരത്വവും ഫാസിസവും തമ്മിലുള്ള അതിശക്തമായ ആശയയുദ്ധമായിരുന്നു പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഇന്ത്യ രാജ്യത്ത് നടന്നത്. ഒടുവിൽ ഡൽഹിയിലെ ആ മുന്നേറ്റങ്ങളെ ഇല്ലാതാക്കാൻ വലിയ ഒരു വർഗീയ കലാപം പ്ലാൻ ചെയ്തുകൊണ്ട് സംഘപരിവാർ മുന്നോട്ട് പോയത് നമുക്കറിയാവുന്നതാണ്. നിർഭാഗ്യവശാൽ കടന്നുവന്ന കോവിഡ് മഹാമാരിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പോരാട്ടങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതും നമ്മുടെ മുമ്പിലുള്ളതാണ്. പക്ഷേ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്ത്യ രാജ്യത്തിലെ ജനാധിപത്യ ബോധമുള്ള എല്ലാ മനുഷ്യരും എക്കാലത്തും ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടി അതിശക്തമായ ചെറുത്തുനിൽപ്പ് പോരാട്ടവുമായി എപ്പോഴും രംഗത്തുണ്ടാകും. അമിത്ഷായും നരേന്ദ്രമോദിയും കൂട്ടരും RSSഉം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ, മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഈ മണ്ണിൽ നിന്ന് പുറത്താക്കാൻ, പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ഇന്ത്യ ഒരുമിച്ച് എക്കാലവും രംഗത്ത് വരുമെന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ അനുഭവമാണ് ഇന്ത്യ നമുക്ക് പകർന്നു നൽകിയത്.
പിന്നീട് അവർ ഇന്ത്യയിലെ കർഷകർക്കെതിരെ രംഗത്ത് വന്നു. ഈ രാജ്യത്തിലെ കർഷകരെ ഇല്ലായ്മ ചെയ്യാൻ 3 നിയമങ്ങൾ നിർമ്മിച്ചെടുത്തു. ഇന്ത്യയിലെ കാർഷിക ഭൂമി, ഈ രാജ്യത്തിന്റെ വിത്ത്, വിള എന്നു വേണ്ട കാർഷിക മേഖലയിലെ എല്ലാം കോർപ്പറേറ്റുകൾക്ക് പണയം വെക്കുന്നതിന് വേണ്ടിയുള്ള നിയമം കഴിഞ്ഞ 11 മാസത്തോളമായി ഇന്ത്യയിലെ കർഷകർ ഡൽഹിയുടെ പരിസര പ്രദേശങ്ങളിൽ അതിശക്തമായ പ്രക്ഷോഭം നടത്തുകയാണ്. ആ പ്രക്ഷോഭത്തെ ചോരയിൽ മുക്കിക്കൊല്ലാൻ ഇന്ത്യയിലെ ഗവൺമെന്റും അതിന്റെ വക്താക്കളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാലോ, UP-യിലെ കർഷക പ്രക്ഷോഭത്തിന്റെ സമര പന്തലിനു നേരെ സമര പോരാളികളുടെ ഇടനെഞ്ചിലേക്ക് വാഹനം കയറ്റി 2 സമര പോരാളികൾ ഉൾപ്പെടെ പലരെയും കൊലപ്പെടുത്തിയ വളരെ ക്രൂരമായ സമീപനം ഇന്ത്യ രാജ്യത്തുണ്ടായി. എത്രയെത്ര സമരങ്ങൾ ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്, എത്രയെത്ര പ്രക്ഷോഭങ്ങൾ ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്. അതിനോട് ഗവൺമെന്റ് ആ രീതിയിലാണോ സമീപിച്ചത്? ആ കർഷക പ്രക്ഷോഭകരുടെ ഇടനെഞ്ചിലേക്ക് വാഹനം കയറ്റി കൊല്ലാൻ ശ്രമിച്ച RSSന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന മന്ത്രിയെയും NDA ഗവൺമെന്റിനെയും ഈ രാജ്യത്തിൽ നിന്ന് കെട്ടുകെട്ടിച്ചുകൊണ്ട് മാത്രമേ കർഷക പ്രക്ഷോഭം അവസാനിക്കുകയുള്ളൂ എന്നാണ് ഉറച്ച ശബ്ദത്തിൽ നമുക്ക് പറയാനുള്ളത്. കഴിഞ്ഞ 11 മാസമായി അവർ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, ഈ രാജ്യത്തിലെ ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടി, ഈ രാജ്യത്തിലെ മണ്ണിന് വേണ്ടി, ഈ രാജ്യത്തിലെ കർഷകർക്ക് വേണ്ടി, ഈ രാജ്യത്തിലെ കർഷക തൊഴിലാളികൾക്ക് വേണ്ടി. ഇന്ത്യയിലെ സാധാരണക്കാരായ തൊഴിലാളികൾ സമരത്തിലാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ വളരെ ശക്തമായി തൊഴിലാളികളുടെ അവകാശത്തിന് വേണ്ടി പാസാക്കപ്പെട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന 44 നിയമങ്ങൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് മാറ്റിത്തിരുത്തിയിരിക്കുകയാണ്. 4 കോഡുകൾ രൂപീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ചുരുക്കത്തിൽ വംശീയതയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കും ക്രൈസ്തവ ജനവിഭാഗങ്ങൾക്കും എതിരായിട്ടാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണകൂടം നീങ്ങുക. ജാതീയതയുടെ അടിസ്ഥാനത്തിൽ മനുസ്മൃതിയുടെ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് ഇന്ത്യയിലെ ദളിതുകൾ, പിന്നോക്ക ജനവിഭാഗങ്ങൾ, ആദിവാസികൾ, സാധാരണക്കാർ ജാതീയതയുടെ ദൂരതീരങ്ങളിൽ അട്ടിയകറ്റപ്പെട്ട ഇന്ത്യയിലെ കോടിക്കണക്കായ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരെയും ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള കൺസെപ്റ്റാണ് RSSനെ മുന്നോട്ട് നയിക്കുന്നത്. പിന്നീടുള്ളത് ഇവിടുത്തെ തൊഴിലാളികളാണ്, ഈ രാജ്യത്തിലെ സാധാരണക്കാരാണ്, ഈ രാജ്യത്തിലെ കർഷകരാണ്. അവർക്കെതിരെ ഈ രാജ്യത്തിലെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി, വിദേശത്തും സ്വദേശത്തുമുള്ള കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കർഷകരെ ഉന്മൂലനം ചെയ്യുന്നു, തൊഴിലാളികളെ ഉന്മൂലനം ചെയ്യുന്നു. അവരെ രാജ്യത്ത് നിന്ന് സമ്പൂർണ്ണമായി ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള നിയമങ്ങൾ നിർമ്മിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. തീർച്ചയായും ഇന്ത്യ ഈ മഹാ അർബുദത്തിന്റെ പിടിയിലാണ്. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന, മതേതരത്വത്തെ പിഴുതെടുക്കുന്ന, ഇന്ത്യയിലെ മതസൗഹാർദ്ദത്തെ ഇല്ലാതാക്കുന്ന, ഈ രാജ്യത്തിലെ സാധാരണക്കാരന്റെ ജീവിതത്തെ തന്നെ കുഴി തോണ്ടുന്ന രൂപത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ പൊതുമേഖലാ സംരംഭങ്ങളും കോർപ്പറേറ്റുകളുടെ മുമ്പിൽ താലത്തിൽ വെച്ച് കൊടുക്കുകയാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. എന്ന് പറഞ്ഞാൽ രാജ്യത്തിനോട് സ്നേഹമില്ല, രാജ്യനിവാസികളോട് സ്നേഹമില്ല. ഇന്ത്യ ഇല്ലാതാക്കിക്കൊണ്ട് രാജ്യദ്രോഹികളായി മുന്നോട്ടു പോകുന്ന സംഘത്തെ പിടിച്ചുകെട്ടാനുള്ള അതിശക്തമായ ചെറുത്തുനിൽപ്പാണ് ഇന്ത്യയിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ഇന്ത്യ രാജ്യത്ത് ഈ വർഗീയ വിദ്വേഷവും വിഭാഗീയ പ്രവർത്തനവും മനുഷ്യന്റെ ചോര കുടിച്ച് മുന്നോട്ട് പോകുന്ന RSSന്റെ മനുഷ്യവിരുദ്ധമായ രാഷ്ട്രീയവും വലിയ അളവിൽ ശക്തി പ്രാപിക്കുന്ന രീതിയിലേക്ക് ഇന്ത്യയിലേക്ക് എത്തിയില്ല. അധികാരത്തിലേക്ക് MP-മാരും MLA-മാരും ഉണ്ടാകുന്ന അവസ്ഥയുണ്ടായില്ല. യാദൃശ്ചികമായി കൈത്തെറ്റുന്ന രൂപത്തിൽ കേരളത്തിന്റെ നിയമസഭയിൽ വന്ന ഒരു MLA-യെ ജനം തിരുത്തി മതേതരത്വത്തിന്റെ കരുത്തുകൊണ്ട് RSSന്റെ BJP-യുടെ MLA കേരള നിയമസഭയിൽ ഇല്ലാത്ത വിധത്തിലുള്ള ഒരു മുന്നേറ്റം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സംജാതമായി. ഞാൻ പറയുന്നത്, കേരളം എന്തുകൊണ്ട് വേറിട്ടു നിന്നു? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രത്യേകമായ സാന്നിധ്യം കൊണ്ടല്ല, ഏതെങ്കിലും
സാമൂഹ്യ സംഘടനകളുടെ ഇടപെടൽ കൊണ്ടല്ല, മറിച്ച് ഇന്ത്യ രാജ്യം കേരള സംസ്ഥാനം RSSന്റെ വിഭാഗീയതക്ക് ഏറെയധികം പ്രാധാന്യം ലഭിക്കാതെ പോയത് അവർക്ക് രാഷ്ട്രീയമായ അധികാരം കൈവരുന്നിടത്തേക്ക് വളരാൻ സാധിക്കാതെ പോയത് ഇന്ത്യയിലെ കേരളത്തിന്റെ നവോത്ഥാന പൈതൃകത്തിന്റെ അതിശക്തമായ പിൻബലം കൊണ്ടാണ്. നമുക്കറിയാം, മഹാത്മാ അയ്യങ്കാളിയെ കുറിച്ച്, ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച്, സഹോദരൻ അയ്യപ്പനെ കുറിച്ച്, പൊയ്കയിൽ അപ്പച്ചനെ കുറിച്ച്, മമ്പുറം തങ്ങന്മാരെ കുറിച്ച്, അങ്ങനെയുള്ള നിരവധി അനവധി സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ച് അവർ ഈ നാട്ടിൽ സൗഹൃദത്തിന് വേണ്ടി നിലകൊണ്ടു. അവർ ഈ നാട്ടിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ അതിശക്തമായ ഇഴയെടുപ്പത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നിലയുറപ്പിച്ചു. വലിയ പ്രക്ഷോഭങ്ങൾ കേരളക്കരയിലുണ്ടായി. ആ നവോത്ഥാന മൂല്യം കേരളത്തിന്റെ സൗഹൃദത്തെ, കേരളത്തിന്റെ പാരമ്പര്യത്തെ അതിശക്തമായ സാമൂഹിക മുന്നേറ്റമായി വളർത്തിയെടുത്തു. നമുക്കറിയാം, നിരവധിയായ ഉദാഹരണങ്ങൾ അത്തരം പോരാട്ടങ്ങൾക്ക് ഇന്ത്യ കേരളത്തിന്റെ മണ്ണിൽ സാക്ഷ്യം വഹിച്ചത് നമുക്കറിയാം. മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, നിവർത്തക പ്രക്ഷോഭം എന്ന പേരിലൊക്കെ അറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര കാലത്ത് ഇന്ത്യ രാജ്യത്ത് അരങ്ങേറിയ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയ ഈ മണ്ണിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മലയാളികൾക്ക് തൊഴിലിന് അവകാശം വേണം, ഗവൺമെന്റ് ഉദ്യോഗങ്ങളിൽ അവർക്ക് അധികാരം വേണം, അതേപോലെ തന്നെ പുറന്തള്ളപ്പെട്ട ജനതക്ക് വിദ്യാഭ്യാസത്തിന്റെ സംവിധാനം വേണം എന്നൊക്കെ പറഞ്ഞ് നടത്തിയ അതിശക്തമായ സാമൂഹ്യ ഉള്ളടക്കമുള്ള വലിയ മുന്നേറ്റങ്ങൾ. ആ മുന്നേറ്റങ്ങൾ കാരണത്താൽ കേരളം വലിയ മതേതരത്വത്തിന്റെ പൈതൃകം ഉൾഭൂമിയായി മാറി. സാമൂഹ്യ സഹവർത്തിത്വത്തിന്റെ ഇഴയെടുപ്പം കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. അതിന്റെ വലിയ ഗുണം കേരളത്തിനുണ്ടായി. അതുകൊണ്ടാണ് RSSനും BJPക്കും വിഭാഗീയതയിലൂന്നിയ രാഷ്ട്രീയത്തിന് കേരളത്തിന്റെ മണ്ണിൽ ശക്തമായ സ്വാധീനം ചെലുത്താൻ സാധിക്കാതെ പോയത്. പല രാഷ്ട്രീയ പാർട്ടികളും ഒളിഞ്ഞും തെളിഞ്ഞും അതിനുവേണ്ടി ശ്രമിച്ചിട്ടും കേരളത്തിൽ കഴിയാതെ പോയതിന്റെ കാരണം ഈ സാമൂഹ്യ ഉള്ളടക്കമുള്ള നവോത്ഥാന പ്രവർത്തനമാണ്. ചിലർ പറയുന്നത് പോലെ ഏതോ ഒരു വ്യക്തി അങ്ങ് തലശ്ശേരി ബ്രിണ്ണം കോളേജിൽ ഏതോ ഊരിപ്പിടിച്ച കത്തിയും പിടിച്ച് യാത്ര പോയതിന്റെ പേരിലല്ല കേരളത്തിന്റെ സൗഹൃദം നിലനിന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതായിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച നവോത്ഥാന നായകന്മാർ അവർ അതിശക്തമായ പോരാട്ടം കേരളത്തിൽ നടത്തി. അതൊരു സാമൂഹ്യ മുന്നേറ്റത്തിന്റെ ഉള്ളടക്കമുള്ള ചെറുത്തുനിൽപ്പായിരുന്നു. മഹാത്മാ അയ്യങ്കാളി അക്ഷരം നിഷേധിക്കപ്പെട്ട ജനതയ്ക്ക് വേണ്ടി പടപൊരുതി പാടത്ത് പണിയെടുക്കുന്ന സാധാരണക്കാരനായ കർഷക തൊഴിലാളികൾ കേരളത്തിന്റെ മണ്ണിൽ അതിശക്തമായ പണിമുടക്ക് പ്രക്ഷോഭം നടത്തി. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമായി വളർന്ന വലിയ മുന്നേറ്റമായി മാറിയ തൊഴിലാളി പ്രക്ഷോഭം ഏതാണെന്ന് ചോദിച്ചാൽ അത് മഹാത്മാ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന തൊഴിൽ മുടക്ക് സമരമായിരുന്നു. പാടത്ത് പണിയെടുക്കണമെങ്കിൽ ഞങ്ങളുടെ മക്കൾക്ക് പഠിക്കാനുള്ള അവസരം വേണം, പാഠശാലകളിൽ പഠിക്കാനുള്ള അവസരം വേണമെന്ന് നാം പറഞ്ഞുകൊണ്ട് മഹാത്മാ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന അതിശക്തമായ പ്രക്ഷോഭം നമുക്കറിയാം. ആ പ്രക്ഷോഭത്തെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോയത് ഈ രാജ്യത്തിലെ മത്സ്യത്തൊഴിലാളികളായിരുന്നു, കേരളത്തിലെ മുസ്ലിം സമൂഹമായിരുന്നു, കേരളത്തിലെ ക്രൈസ്തവ സമൂഹമായിരുന്നു. അവർ ഒരുമിച്ച് പിന്തുണച്ച് മുന്നോട്ട് പോയപ്പോൾ കേരളത്തിലെ കലാലയങ്ങളുടെ വാതിലുകൾ ഇന്ത്യയിലെ ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുകയായിരുന്നു. ഒരുപക്ഷേ ഇത്തരം സമരങ്ങൾ, ഇത്തരം പോരാട്ടങ്ങളാണ് കേരളത്തിന്റെ മണ്ണിൽ അതിശക്തമായ സാമൂഹ്യ നവോത്ഥാനം കൊണ്ടുവന്നത് എന്ന് മാത്രമല്ല വലിയ മതേതര ബോധ്യവും ചരിത്രവും കേരളത്തിന് പകർന്നു നൽകിയത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ പൈതൃകത്തെ, ഈ നവോത്ഥാന മൂല്യത്തെ, ഈ ചരിത്രത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ കുറെ കാലമായി സംഘപരിവാർ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. BJPക്ക് വളരണമെങ്കിൽ വിഭാഗീയ വർത്തമാനങ്ങൾ വേണം, മുസ്ലിം വിരുദ്ധ വർത്തമാനങ്ങൾ വേണം. അതിനുവേണ്ടിയുള്ള തത്വശാസ്ത്രം അവരുടെ കയ്യിലുണ്ട്.
നമുക്കറിയാം ബെഞ്ച് ഓഫ് തോട്ട് വിചാരധാരയിൽ പറയുന്നത് ഈ രാജ്യത്തിലെ മുസ്ലിങ്ങൾ, ഈ രാജ്യത്തിലെ ക്രൈസ്തവർ, മതേതരത്വത്തിന്റെ അടിയുറച്ച് വിശ്വസിക്കുന്ന ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ CPM-നെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൽ അടിയുറച്ച് മതം പോലെ കൊണ്ടു നടക്കുന്ന കമ്മ്യൂണിസം എന്നൊന്നുണ്ടെങ്കിൽ അതുൾപ്പെടെയുള്ളത് ഇന്ത്യ രാജ്യത്തിന്റെ ശത്രുതയുടെ രേഖയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് മുസ്ലിങ്ങളെ, കമ്മ്യൂണിസ്റ്റുകളെ, ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്തുകൊണ്ട് മാത്രമേ ഇന്ത്യയിൽ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായ തത്വശാസ്ത്രം നിർമ്മിച്ച് അത് ജനങ്ങളോട് പറഞ്ഞ് അതിനുവേണ്ടി ആളുകളെ സംഘടിപ്പിച്ചവരാണ് RSS. നമുക്കറിയാം, അവർ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഘട്ടത്തിൽ പറഞ്ഞത് നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഗാന്ധിജിയുടെ സ്വപ്നത്തിലെ ഇന്ത്യ അത് മതേതര ഇന്ത്യയാണ്. അതിൽ RSS-കാരന് റോൾ ഉണ്ടാകില്ല, സംഘപരിവാറിന് സ്ഥാനമുണ്ടാകില്ല. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ വഴിയിൽ നമ്മൾ സഞ്ചരിക്കാൻ പാടില്ല. ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നു. എന്നിട്ട് ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നതിന്റെ പേരിൽ മാപ്പെഴുതി കൊടുത്തുകൊണ്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ചില ആളുകളുണ്ട്. ഇപ്പൊ എല്ലാരും പറയുന്നത് ഗാന്ധിജി പറഞ്ഞിട്ടാണ് മാപ്പെഴുതി കൊടുത്തത്. ഇനി നാളെ മറ്റന്നാൾ അവർ പറയാൻ പോകുന്നത് ഗാന്ധിജി പറഞ്ഞിട്ടാണ് ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നത് എന്നുകൂടിയുള്ള നുണ ഇന്ത്യയുടെ മുമ്പിൽ പ്രചരിപ്പിക്കുന്നതിന് മടിയില്ലാത്തവരാണവർ. ഈ സ്വഭാവത്തിലെല്ലാം അങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ. ഇന്ത്യ രാജ്യത്ത് എല്ലാവരും ബ്രിട്ടീഷുകാർക്കെതിരെ പടവരുതുമ്പോൾ അതിനെ മനസ്സിലാക്കാതെ, പിന്തുണക്കാതെ ബ്രിട്ടീഷുകാരുടെ പാദസേവകരായി മാറിയ ആളുകൾ പറയാണ് അത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്ന്. ഇത്തരം വർത്തമാനങ്ങൾ കേരളത്തിന്റെ, ഇന്ത്യ രാജ്യത്തിന്റെ പ്രബുദ്ധതയുടെ മുമ്പിൽ ഇനി മുളക്കാൻ പോകുന്നില്ല എന്ന് തിരിച്ചറിയണമെന്നാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ ഇത്തരം ശ്രമങ്ങൾ BJP-യെക്കാലവും നടത്തിയിട്ടുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കതിന്റെ പേരിൽ അതിന് കാണാൻ സാധിക്കും. ലവ് ജിഹാദിനെ കുറിച്ച് സംസാരിക്കുന്നു. അതേപോലെ തന്നെ മുസ്ലിം ജനസംഖ്യയുടെ വർധനവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ നിരവധിയായ വർത്തമാനങ്ങൾ ആ സ്വഭാവത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിർഭാഗ്യവശാൽ ഈ വർത്തമാനം, ഈ സാമൂഹ്യ അന്തരീക്ഷത്തെ തകർക്കുന്ന വർത്തമാനത്തിന് മറ്റു പലരും പിന്നാലെ പോയി സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് സമകാലീന കേരളം നേടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. സമകാലീന കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ വിദ്വേഷത്തിന്റെ വിഷവിത്ത് പാകി മുളപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികൾ ഏതായിരുന്നാലും അതിനെ തിരിച്ചറിഞ്ഞ് ചെറുത്തു തോൽപ്പിക്കാൻ അതിശക്തമായ ബോധവൽക്കരണവും അതിനേക്കാൾ ആഴമുള്ള പ്രവർത്തനങ്ങളുമായി വെൽഫെയർ പാർട്ടി കേരളത്തിൽ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കാൻ ഈ സന്ദർഭം ഞാൻ പ്രയോജനപ്പെടുത്തുകയാണ്. എല്ലാവർക്കും താല്പര്യം 4 വോട്ടിന് വേണ്ടി വിഭാഗീയ വർത്തമാനം പറയുന്നതിനാണ്. അധികാരത്തിന്റെ തുടർച്ചയ്ക്ക് വേണ്ടി അത്തരം വർത്തമാനം പറയാൻ CPM ശ്രമിച്ചു. അതിന്റെ പേരിൽ വലിയ നേട്ടമുണ്ടാകുമെന്ന് അവർ ധരിച്ചു. പക്ഷേ കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ CPM-ന്റെ അധികാര തുടർച്ചയ്ക്ക് വേണ്ടി അവർ ഉണ്ടാക്കിയെടുത്ത വോട്ട് ബാങ്ക് രാഷ്ട്രീയം പരിക്കേൽപ്പിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായ ധാരണയോടുകൂടെ പറയാൻ വെൽഫെയർ പാർട്ടി ആഗ്രഹിക്കുകയാണ്. അതിന്റെ അലയൊലികൾ കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം മുതൽ അതാരംഭിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതൊരു മറ്റൊരു സ്വഭാവത്തിൽ അതിശക്തമായി മുന്നോട്ട് പോയി. നേരത്തെ തന്നെ ഇത്തരമൊരു വിഭാഗീയ രാഷ്ട്രീയത്തിന്റെ വർത്തമാനം CPM പറയാറുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. മുമ്പ് കേരളത്തിൽ CPM പരിചയപ്പെടുത്തിയ ഇക്വേഷൻ നമുക്കറിയാം. കുഞ്ഞുമാണി, കുഞ്ഞാലിക്കുട്ടി, കുഞ്ഞുഞ്ഞ് എന്ന ഇക്വേഷനാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിം ക്രൈസ്തവതയുടെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടിരിക്കുന്നു. അതിന് UDF-ന്റെ കൂടെയാണ് അതുള്ളത്. അതിനെ പ്രതിരോധിക്കാൻ മുസ്ലിം ക്രൈസ്തവ വിഭാഗത്തിന് പുറമെയുള്ളവർ മുഴുവനായി CPM-നെ പിന്തുണക്കണം എന്ന ആശയത്തെ മുമ്പോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിന് മുമ്പേ തന്നെ CPM കേരളത്തിൽ ശ്രമിക്കാറുണ്ട്. അതിനുവേണ്ടി പല രൂപത്തിലുള്ള വർത്തമാനവും അവർ പറയാറുണ്ട്. നമുക്കറിയാലോ, യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണം നിങ്ങൾ കേട്ടിരിക്കും.
യു പിയിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഭീകരനായ മുഖ്യമന്ത്രി ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് രണ്ടഭിപ്രായമില്ല, അത് യോഗി ആദിത്യനാഥാണ്. മനുഷ്യരുടെ ചോരച്ചാലിൽ മുഖ്യമന്ത്രി പദത്തിലെത്തിയ വ്യക്തിത്വമാണ് അദ്ദേഹം എന്നതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. വർഗീയ ലഹളകളിലൂടെ, ന്യൂനപക്ഷ ഉന്മൂലനങ്ങളിലൂടെ, ദളിത് ജനവിഭാഗങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിലൂടെ ആണ് ആ സംസ്ഥാനത്ത് BJP വളരുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി കൊലപാതകങ്ങളും കലാപങ്ങളും നടക്കുന്ന സംസ്ഥാനം ഏതോ UP ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദളിതുകൾക്കെതിരായ ഉന്മൂലന ശ്രമങ്ങൾ നടത്തുന്നത് എവിടെയാണ്? UP യിലാണ്. ഏറ്റവും നീചമായ ആയുധം എന്ന നിലക്ക് റൈപ്പിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ദളിത് പെൺകുട്ടികളെ ഇല്ലായ്മ ചെയ്യുന്നതിന് എണ്ണത്തിൽ മുമ്പിലുള്ള സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് UP ആണ്. ആ UP യിലെ യോഗി ആദിത്യനാഥ് പ്രസംഗിക്കുകയാണ് ലവ് ജിഹാദിനെ കുറിച്ച്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ലവ് ജിഹാദിന്റെ ആശയം എനിക്ക് കിട്ടിയത് കേരളത്തിലെ CPM-ന്റെ മുഖ്യമന്ത്രിയായ സഖാവ് VS ന്റെ വർത്തമാനത്തിൽ നിന്നാണ് എന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞത് നമ്മുടെ ശ്രദ്ധയിലുണ്ട്. എന്താണ് സുക്കുട്ടരെ ഇതിന്റെ പിന്നിലുള്ള ആശയം? കേരളത്തിൽ മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നു. 20 വർഷം കൊണ്ട് മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായി മാറും. അതിനുവേണ്ടി ലവ് ജിഹാദിനെ പ്രയോജനപ്പെടുത്തുന്നു. വിവിധ മതവിഭാഗങ്ങളിലെ ആളുകളെ തട്ടിക്കൊണ്ടുപോയി അതിനുള്ള നീക്കം നടത്തുന്നു എന്ന് പറഞ്ഞത് ഏതോ BJP-കാരനാണെങ്കിൽ നമുക്ക് സഹിക്കാമായിരുന്നു. ഏതോ സംഘപരിവാരക്കാരനാണെങ്കിൽ നമുക്ക് സഹിക്കാമായിരുന്നു. ഏതോ RSS-കാരനാണെങ്കിൽ നമുക്ക് ധരിക്കാമായിരുന്നു അവരങ്ങനെ പറയുള്ളൂ എന്ന്. പക്ഷേ അത് പറഞ്ഞത് സഖാവ് VS ആണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നു. എന്തുകൊണ്ട് സഖാവ് VS-ന്റെ വാക്കുകൾ ഇന്ത്യയിലെ ഏറ്റവും ഭീകരവാദിയായ RSS-ന്റെ പിന്തുണയുള്ള മുഖ്യമന്ത്രി ആവർത്തിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അതിന്റെ പോരായ്മ തിരുത്താൻ സഖാക്കൾ തയ്യാറാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ മാർക്ക് ജിഹാദിനെ കുറിച്ച് ചർച്ച ചെയ്യാം. എല്ലാ വാക്കുകളോടും ജിഹാദ് എന്ന് ചേർത്താൽ അതുവഴി ഉണ്ടാകുന്ന വിഭാഗീയതയിലൂടെ ഏതോ ഭൂരിപക്ഷ സമൂഹത്തിന്റെ വോട്ട് കിട്ടുമെന്നതാണ് എല്ലാവരുടെയും വിചാരം. മലബാറിലെ വിദ്യാഭ്യാസപരമായ സൗകര്യങ്ങൾ ഏറെ കുറവാണ്. അതിന്റെ കാരണം കേരളത്തിന്റെ മൊത്തം വികസനത്തിന്റെ വഴിയിൽ മലബാർ മേഖല എത്തിയിട്ടില്ല. വിദ്യാഭ്യാസ മേഖലയിൽ എത്തിയിട്ടില്ല, വ്യവസായ മേഖലയിൽ എത്തിയിട്ടില്ല, റവന്യൂ സംവിധാനത്തിൽ എത്തിയിട്ടില്ല, ഗതാഗത സൗകര്യത്തിൽ എത്തിയിട്ടില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാർക്കെതിരെ നേർക്ക് നേരെ പോരാടിയ 921 അതിശക്തമായ ചെറുത്തുനിൽപ്പ് പോരാട്ടങ്ങളുടെ ഭൂമിയായിരുന്നു മലബാർ മേഖല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ ചരിത്രപരമായി പുറന്തള്ളിയ പ്രദേശമാണ് മലബാർ. പാലക്കാടും കോഴിക്കോടും തൃശ്ശൂർ കണ്ണൂരും മലപ്പുറവും വയനാടും കാസർഗോഡും ഉൾപ്പെടുന്ന 7 ജില്ലകൾ. ഈ ജില്ലകളിലെ +2 ഇപ്പോഴും സീറ്റുകളില്ല. സാധാരണക്കാരായ കുട്ടികൾ ഫുൾ A+ നേടിയിട്ട് പ്രിയപ്പെട്ട തങ്ങളുടെ സ്കൂളിലേക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിന് പ്രവേശനം ലഭിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് എല്ലാവർക്കും സീറ്റുണ്ട് എന്ന വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശിവൻകുട്ടി അങ്ങനെ ചിലത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കുട്ടിക്കളിയുടെ വർത്തമാനങ്ങൾ കൊണ്ട് കേരളത്തിലെ മലബാറിലെ ജനത അടങ്ങിയിരിക്കുകയില്ല എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. മലബാറിലെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ പല കാരണങ്ങളാൽ ഉണ്ടായതാണ്. അതിൽ ഏറ്റവും പ്രധാനം ബ്രിട്ടീഷുകാരുള്ള സമീപനം തന്നെയാണ്. അതിൽ ജാതിയുടെയോ മതത്തിന്റെയോ വരമ്പുകളില്ല. എല്ലാ മതവിഭാഗങ്ങളിലും എല്ലാ സമൂഹങ്ങളിലും പെട്ടവർ അതിന്റെ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. കോളേജ് വിദ്യാഭ്യാസത്തിന് സൗകര്യമില്ല. മാറി മാറി വന്ന ഗവൺമെന്റുകൾ അതിന്റെ കാരണക്കാരാണ്. UDF-ന്റെ LDF-ന്റെ മാറി വന്ന വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത ആളുകൾ മലബാറിൽ ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കാത്തതിന്റെ ദുരന്തമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് സംശയമില്ല. പക്ഷേ അതിനെക്കുറിച്ച് പറയുമ്പോൾ, സംസാരിക്കുമ്പോൾ അതും മതത്തിന്റെ ഛായയിൽ പറയുക. അതും ഏതെങ്കിലും സമൂഹത്തിന്റെ സംഘടനയുടെ പേരിൽ അടിച്ചേൽപ്പിക്കുക. വെൽഫെയർ പാർട്ടിയും ഫെറ്റേണിറ്റിയും ഉണ്ടാക്കുന്ന പ്രശ്നമാണ് എന്ന് പറയുക. നിങ്ങളത്ര തന്നെ താറടിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും മലബാറിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി അവസാന നിമിഷം വരെ പോരാടാൻ വെൽഫെയർ പാർട്ടിയും ഫെറ്റേണിറ്റിയും രംഗത്തുണ്ടാകുമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ആളുകൾ
എക്സാമുകൾ എഴുതി ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തും. അങ്ങനെ നിരവധിയായ മലയാളികളായ ആളുകൾ, ഒരുപാട് മലയാളികളായ ആളുകൾ, എല്ലാ മതവിഭാഗത്തിലുമുള്ള ആളുകളുണ്ട്. അവർ പഠിക്കാൻ പോകുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നു. കേരളത്തിൽ വലിയ ആലോചന നടത്തിയിട്ട് പ്രത്യേകമായ റിക്രൂട്ട്മെന്റ് സംവിധാനം ഉണ്ടാക്കുകയാണ്. ഇത് പറഞ്ഞത് ഒരു RSSകാരനായ പ്രൊഫസറാണ് ഏറ്റവും ഒടുവിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നിട്ട്. പക്ഷേ ഇത് മുമ്പേ പറഞ്ഞതാരാണ്? സഖാവിളമരം കരീമാണ് കേരളത്തിൽ ആദ്യമായി ഈ വർത്തമാനം പറഞ്ഞത്. അദ്ദേഹത്തിന് 2 പ്രഭാഷണങ്ങൾ നമ്മൾ സാക്ഷിയായതാണ്. ആ 2 പ്രഭാഷണങ്ങളിലൂടെ അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ അത്തരം ചില റിക്രൂട്ട്മെന്റ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കോളേജുകളിൽ, JNUവിൽ, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലൊക്കെ കേരളത്തിന്റെ മക്കൾ പഠിക്കാൻ പോയാൽ അതൊരു വിഭാഗീയ പ്രവർത്തനമാണ് എന്ന് സഖാവിളമരം കരീം പ്രസംഗിക്കുകയാണ്. ഞങ്ങൾ ചോദിക്കട്ടെ, ഒരു CPMന്റെ ഉത്തരവാദപ്പെട്ട നേതാവ് അങ്ങനെയാണോ പറയേണ്ടത്? പ്രിയപ്പെട്ട സഖാക്കളോട് ഞങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ ബുദ്ധിയും വിവേകവും CPMന്റെ അമ്മിക്കടിയിൽ പണയം വെച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ ചോദിക്കുകയാണ്, അത്തരമൊരു സമീപനമാണോ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് വേണ്ടി, പഠിക്കാൻ വേണ്ടി കേരളത്തിന്റെ പുറത്തേക്ക് പോകുന്ന വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം കിട്ടുന്നവരെ കുറിച്ച് പറയേണ്ടത്? BJPക്കാരത് പറഞ്ഞാൽ നമുക്ക് തിരിയും. കാരണം അവർക്ക് ഏറ്റവും വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ചുണക്കുട്ടികളായ കേരളത്തിന്റെ മക്കളാണ്. പൗരത്വ പ്രക്ഷോഭം ഏറ്റെടുത്തവരാൻ കൊണ്ടോട്ടിയിലെ ആയിഷാറില്ല, കുറ്റ്യാടിയിലെ ഷൈനബ്ദില്ല, അങ്ങനെയുള്ള നിരവധി കേരളത്തിന്റെ പോരാളികളായ നിരവധി ആളുകളാണ് ആ പ്രക്ഷോഭത്തെ ഏറ്റെടുത്തത്. അപ്പൊ അവര് പറയുന്നത് നമുക്ക് ഉറപ്പാണ്. പക്ഷേ CPM എന്തിനാണ് അത്തരമൊരു വർത്തമാനം പറയുന്നത്? കേരളത്തിൽ എന്ത് മെസ്സേജാണ് CPM അതുവഴി നൽകുന്നത്? അഥവാ ഡൽഹിയിലെ RSSകാരനായ പ്രൊഫസർ പറയുന്ന വാക്കിന് ഊർജം പകരുന്ന വിധത്തിൽ കേരളത്തിൽ നിന്ന് പോയ രാജ്യസഭാ MP ഇളമരം കരീം പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വിഭാഗീയതയുടെ വിഭാഗീയ വർത്തമാനത്തിന്റെ വഴി സ്വീകരിച്ചുകൊണ്ടാണ് RSSകാർ ഈ രൂപത്തിൽ പ്രചരിപ്പിച്ചു തുടങ്ങുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തിരുത്തണം ഇത് എന്നാണ് വെൽഫെയർ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. അതേപോലെ തന്നെ ഒരു ബഹുമാന്യനായ ബിഷപ്പ് അദ്ദേഹത്തിന്റെ മതപരമായ പ്രഭാഷണ സന്ദർഭത്തിൽ നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറഞ്ഞു. കേരളത്തിലെ യുവാക്കൾക്ക് ഇടയിൽ ഉണ്ടായി വരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ച്, ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ അതിന്റെ ഗൗരവത്തിൽ ഏറ്റെടുക്കുന്ന പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി. എന്ന് മാത്രമല്ല, സമ്പൂർണ്ണ മദ്യനിരോധനവും ലഹരിമുക്തമായ ഗ്രാമങ്ങളും ലഹരിമുക്ത കേരളവും ലക്ഷ്യം വെച്ചുകൊണ്ട് അതിശക്തമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രധാനമെന്ന നിലക്ക് അത്തരം വാക്കുകളിൽ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. പക്ഷേ അതിനെയൊക്കെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ പേരിൽ ചേർത്ത് വെച്ചുകൊണ്ട് വിഭാഗീയ വർത്തമാനം പറയാൻ ഏതെങ്കിലും മതപുരോഹിതൻ അങ്ങനെ ഒരു വർത്തമാനം പറയാൻ പാടുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ ഉത്തരവാദിത്വ ബോധമുള്ള ഭരണ നേതൃത്വങ്ങൾ, രാഷ്ട്രീയ നേതൃത്വങ്ങൾ അതിനെ തിരുത്തുകയല്ലേ വേണ്ടത്? എല്ലാവരും പറഞ്ഞവരുടെ സവിധത്തിലേക്ക് പോകാൻ സുരേഷ് ഗോപി പോകുന്നത് മുന്നേ ഉദ്ദേശം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അതേസമയം അതിനെ പുകഴ്ത്തി പറയാൻ കേരളത്തിലെ ഭരണകൂടം തയ്യാറാകുന്നു. CPMന്റെ ആക്ടിംഗ് സെക്രട്ടറി തയ്യാറാകുന്നു. വിജയരാഘവൻ പറഞ്ഞു, ഉദ്ദേശശുദ്ധിയിൽ യാതൊരു സംശയമില്ല. ഉദ്ദേശശുദ്ധിയിൽ നമുക്ക് യാതൊരു സംശയമില്ല എന്നാ പറയുന്നത്. എന്തുദ്ദേശശുദ്ധിയുടെ പേരിലാണ് ഒരു മതവിഭാഗത്തിന്റെ അസ്തിത്വത്തിന്റെ പേരിൽ അതിശക്തമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പാവനമായ ഒരു പദത്തെ ഈ സ്വഭാവത്തിൽ വക്രീകരിച്ചുകൊണ്ട് സംസാരിക്കാൻ ഒരു പുരോഹിതൻ തയ്യാറാകുന്നത്? അത് ന്യായമായുള്ളതാണെങ്കിൽ കേസെടുക്കാനുള്ള ബാധ്യത ഗവൺമെന്റിനുണ്ട്. അത് ചെയ്യുന്നതിന് പകരം അതിനെ പിന്തുണയ്ക്കുക. അങ്ങനെ പറഞ്ഞ വ്യക്തിയുടെ സവിധത്തിൽ പോയിട്ട് അദ്ദേഹം മഹാപണ്ഡിതൻ, ഇപ്പറഞ്ഞത് മഹാ അബദ്ധം എന്നുകൂടി പറയുമെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ അദ്ദേഹം മഹാപണ്ഡിതൻ, അദ്ദേഹം പറഞ്ഞതിനെ വിമർശിക്കുന്നവർ മഹാ തീവ്രവാദി. ആരാ പറഞ്ഞത്? കേരളത്തിന്റെ ഒരു മന്ത്രി,
കേരളത്തിന്റെ ഒരു മന്ത്രി ആ സ്വഭാവത്തിൽ പറയുകയാണ്. വാസവന്റെ പ്രഖ്യാപനമാണിത്. ഞങ്ങൾ ചോദിക്കട്ടെ, പിന്നെ അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു പറഞ്ഞു, മൂപ്പര് ഒരുപാട് പുസ്തകം വായിക്കുന്നുണ്ടോ? പുസ്തകം വായിക്കുന്നുണ്ടെങ്കിലോ നമുക്കറിയില്ല. പക്ഷേ കേരളത്തിന്റെ ചരിത്ര പുസ്തകത്തെ വായിച്ച് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന അതിശക്തമായ ബോധ്യമാണ് നമുക്കുള്ളത്. കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രം, കേരളത്തിന്റെ സമര ചരിത്രം, കേരളത്തിന്റെ അതിശക്തമായ സൗഹൃദത്തിന്റെ ചരിത്രത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ പോയ വർത്തമാനമാണത്. ഗവൺമെന്റ് എന്താ ചെയ്യേണ്ടത്? അതിന് നിലപാടെടുക്കുകയല്ലേ വേണ്ടത്? അതിന് പകരം അതിനെ വിമർശിച്ചാൽ, അതിനെ കൈകാര്യം ചെയ്താൽ അതാണ് തീവ്രവാദ പ്രവർത്തനം എന്ന് പറയുന്നിടത്തേക്ക് എത്തുകയാണ്. ഇത്തരം വർത്തമാനങ്ങൾ ഒരു മന്ത്രി പറയാൻ പാടുണ്ടോ? CPM എന്ന് പറയുന്ന മതേതരത്വത്തിന്റെ പൈതൃകമുള്ള ഒരു പ്രസ്ഥാനം പറയാൻ പാടുണ്ടോ? CPM-ന്റെ മതേതരത്വത്തെ വെൽഫെയർ പാർട്ടി ചോദ്യം ചെയ്യുന്നില്ല. അതേസമയം മതേതരത്വത്തിന്റെ ഗരിമ നടിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ആക്ടിംഗ് സെക്രട്ടറി ഇതുപോലെയുള്ള വിഭാഗീയ വർത്തമാനം പറയുമ്പോൾ കണ്ടില്ലെന്ന് നടിക്കാൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് കഴിയില്ല. അതേപോലെയുള്ള ഒരുപാട് വർത്തമാനങ്ങൾ ഇടയ്ക്കിടെ വന്നു കേൾക്കാറുണ്ട്. എന്ന് മാത്രമല്ല, കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അമിതമായി എന്തോ നേടിയിരിക്കുന്നു എന്ന സ്വഭാവത്തിൽ പ്രചരിപ്പിക്കുകയാണ്. എന്തിനാ പ്രചരിപ്പിക്കുന്നത് ചോദിച്ചാൽ, ആ പ്രചാരണങ്ങൾ നടത്താറ് BJP-യാണ്. BJP-ക്ക് വേണ്ടത് മനുഷ്യരെ തമ്മിൽ തല്ലിക്കുകയാണ്. ആ തമ്മിൽ തല്ലിച്ചുകൊണ്ട് ചോര കുടിച്ച് അതിൽ നിന്ന് ശക്തി സംഭരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന ആലോചനയാണ് നിരന്തരമായി BJP നടത്തുക. അതിന്റെ ഭാഗമായി പല രീതിയിലുള്ള വർത്തമാനങ്ങളും BJP നടത്താറുണ്ട്. വലിയ പ്രസ്താവനകൾ നടത്താറുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ അതിൻ്റെതായി നമ്മുടെ മുമ്പിലുണ്ട്. BJP-യുടെ നേതാക്കന്മാരുടെ പ്രസ്താവനകൾ, അവരുടെ ചർച്ചകൾ, അവരുന്നയിക്കുന്ന വിഷയങ്ങൾ കേരളത്തിന്റെ മുമ്പിലുണ്ട്. പക്ഷേ ഇത്തരം സംസാരങ്ങളും ചർച്ചകളും ഉണ്ടാകുമ്പോൾ അതിനെ പിന്തുണയ്ക്കുകയല്ല മതേതര പാർട്ടികൾ ചെയ്യേണ്ടത്. അതിനെ പിന്തുണ കൊടുക്കുന്ന വർത്തമാനങ്ങൾ പറയുകയല്ല CPM പോലുള്ള പ്രസ്ഥാനങ്ങൾ ചെയ്യേണ്ടത്. മറിച്ച് കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തെ ഇത്രമേൽ അപകടപ്പെടുത്തുന്ന രീതിയിൽ നിന്ന് പിന്മാറേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുമാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി LDF-നോട് ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ഒരുപക്ഷെ അതിനു മുമ്പ് UDF-ന്റെ കൂടെയായിരുന്നു KM മാണിയുടെ പാർട്ടി. BJP-യുടെ കൂടെ ചേർന്നവരെ കുറിച്ച് നമുക്കറിയാം. അതേത് പേരുകാരൻ ചേർന്നാലും അവൻ വലിയ വിഭാഗീയവാദിയും വിദ്വേഷ പ്രഭാഷകനുമായിട്ടാണ് മാറുക. ഏതെങ്കിലും പാർട്ടി ചേർന്നാൽ അങ്ങനെയാണ്, വ്യക്തികൾ ചേർന്നാൽ അങ്ങനെയാണ്. സാധാരണ നമ്മുടെ പ്രയോഗം പോലെ തന്നെ. അതേസമയം BJP-യിൽ ചേർന്നാൽ അങ്ങനെയാകാൻ പാടുണ്ടോ? BJP-യിൽ ചേർന്നതുപോലെയാകാൻ പാടുണ്ടോ? LDF-മായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നമുക്കറിയാലോ, ജോസ് കെ മാണി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രസ്താവനകളിൽ ലവ് ജിഹാദ് വിഷയമായിരുന്നു. എന്ന് പറഞ്ഞാൽ പ്രണയത്തിനും വിവാഹത്തിനും അതുമായി ബന്ധപ്പെട്ട ഒളിച്ചോട്ടങ്ങൾക്കും ജാതിയുടെ, മതത്തിന്റെ, രാഷ്ട്രീയത്തിന്റെ ഒരു വരമ്പുകളുമില്ല എന്ന് നമുക്കറിയാവുന്നതാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ മുമ്പിലുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ, ഒരു സ്ത്രീയുടെ കുഞ്ഞിനെ കാണാതെ പോയതിന്റെ, ആരോ തട്ടിക്കൊണ്ടുപോയതിന്റെ ഒരു വലിയ ചർച്ച കേരളത്തിൽ നടക്കുകയാണ്. ജാതി മാറി വിവാഹം കഴിച്ചതിന്റെ പേരിൽ. അതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ജാതി മാറി വിവാഹം കഴിച്ചതിന്റെ പേരിൽ പിറന്ന കുഞ്ഞിനെ പോലും എടുത്തു കൊണ്ടുപോയ അനുഭവം. യഥാർത്ഥത്തിൽ എല്ലാ മതവിഭാഗങ്ങളിലും സാമൂഹ്യ വിഭാഗങ്ങളിലും അത്തരം പ്രവണതകൾ നടക്കുന്നുണ്ട്. ആ പ്രവണതകൾ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കങ്ങൾ നടത്തുന്നതിന് വെൽഫെയർ പാർട്ടി എതിരല്ല. പ്രണയവും വിവാഹവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങളാൽ, ഇഷ്ടാനിഷ്ടങ്ങളാൽ ഓരോരുത്തരും ചെയ്യുന്ന കാര്യമാണ്. അതിനെ ജാതിയുടെ, മതത്തിന്റെ തട്ടിൽ ഇട്ടുകൊണ്ട് കാണുകയോ അത് വെച്ചുകൊണ്ടുള്ള വിഭാഗീയതയുടെ വർത്തമാനങ്ങൾ പറയുകയോ ചെയ്യരുത് എന്നാണ് അതിശക്തമായ ഭാഷയിൽ നമുക്ക് പറയാനുള്ളത്. അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ കേരളം ഉണ്ടാകുകയില്ല. ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലാപം കൂട്ടുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്.
ഇന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാണുന്നത് പോലെ ഈ നാട് അപകടകരമായ ചുറ്റുപാടിലേക്ക് എടുത്തെറിയപ്പെടും. അതുകൊണ്ട് വിഭാഗീയതയുടെ വർത്തമാനങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പാർട്ടികൾ BJP CPM-ന്റെ കൂടെ നിൽക്കുമ്പോൾ അവരുടെ തന്നെ ചിന്താഗതി മാറ്റം വരികയാണ്. അവരുടെ പ്രസ്താവനകൾ മാറുകയാണ്, അവരുടെ ലൈൻ മാറുകയാണ്. എന്തുകൊണ്ട് അത്തരം മാറ്റം വന്നു എന്നത് പരിശോധിക്കാൻ CPM-ന് ബാധ്യതയുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളെ വിലയിരുത്തുന്നത് മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ്, മതവിശ്വാസികളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് വിലയിരുത്തുക. വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ പല രൂപത്തിലുള്ള വിശകലനങ്ങളും കേരളത്തിൽ CPM നടത്താറുണ്ട്. അങ്ങനെ പറയാൻ തീരുമാനിച്ചാൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ ഏത് സ്വഭാവത്തിലാണ് നമ്മൾ വിലയിരുത്തുക? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹൈന്ദവ പേരുള്ള ആളുകൾ പ്രവർത്തിക്കുന്ന പാർട്ടി CPM ആണ്. അതുകൊണ്ട് അതൊരു ഹൈന്ദവ ഭീകരവാദ പാർട്ടിയാണ് എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? അങ്ങനെ പറയാൻ തുടങ്ങിയാൽ കേരളത്തിന്റെ രാഷ്ട്രീയം എവിടെയാണ് എത്തുക? പിണറായി വിജയനും വിജയരാഘവനും കോടിയേരി ബാലകൃഷ്ണനും ഒക്കെയുള്ള പാർട്ടി ആ ഒരു മതത്തിന്റെ ഛായയിൽ സംസാരിക്കാൻ തുടങ്ങിയാൽ എവിടെയാണ് എത്തുക? ക്രൈസ്തവ സമൂഹത്തിൽ ഉള്ള ആളുകൾ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ്. ഏറ്റവും കൂടുതൽ ക്രൈസ്തവരാണ് ആ പാർട്ടിയിലുള്ളത്. ക്രൈസ്തവ ജനവിഭാഗങ്ങൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കിടെ ആ പ്രദേശങ്ങളിലാണ് കേരള കോൺഗ്രസുകൾക്ക് വേരോട്ടമുള്ളത്. അത് വെച്ചുകൊണ്ട് അതൊരു മതവിഭാഗീയതയുടെ വർത്തമാനമാണ് എന്ന് പറഞ്ഞു തുടങ്ങിയാൽ കേരളത്തിന്റെ രാഷ്ട്രീയം എവിടെയാണ് എത്തുക? കേരളത്തിലെ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് മുസ്ലിം ലീഗിലാണ്. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പാണക്കാട് തങ്ങന്മാരുൾപ്പെടെയുള്ള ആളുകളുണ്ട്. അത് പറഞ്ഞുകൊണ്ട് അതൊരു വിഭാഗീയ വിദ്വേഷ പാർട്ടിയാണ് എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയം എവിടെ എത്തുക? സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് ഓർമ്മയില്ലേ? മുസ്ലിം ലീഗിന്റെ പാണക്കാട് തങ്ങളുടെ വീട്ടിലേക്ക് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പോയി കളയുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ വർത്തമാനത്തിന്റെ മുന എവിടെയാ എത്തുക? കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ ഒരു പാർട്ടി, UDF-ൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി, LDF-ന്റെ കൂടെയും ഭരണം പങ്കിട്ട പാർട്ടി, ആ പാർട്ടിയുടെ നേതാക്കന്മാരെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പോയി കണ്ടാൽ ഒരു വിഭാഗീയതയുടെ മുന വെച്ച് സംസാരിക്കുക. അതേപോലെ തന്നെ അതിന്റെ നേതാക്കന്മാരെ വലിയ വിദ്വേഷ പ്രചരണത്തോടുകൂടെ ജനസമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുക. ഈ രീതി കേരളത്തിന് ഗുണം ചെയ്യുമോ? ആർക്കാണത് നേട്ടമുണ്ടാക്കുക? ആത്യന്തികമായ റിസൾട്ട് എവിടെയാണ് ലഭിക്കുക എന്നതിനെ കുറിച്ച് ആലോചിക്കണമെന്നാണ് പറയുന്നത്. എപ്പോഴും ന്യൂനപക്ഷ വർഗീയതയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. RSSന് തുലനം ചെയ്യാൻ കഴിയുന്ന ഒരു പാർട്ടിയും ഒരു പ്രസ്ഥാനവും കേരളക്കരയിലില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇന്ത്യ രാജ്യത്ത് അനവധി വർഗീയ ലഹളകളിലൂടെ മനുഷ്യനെ കൊന്നൊടുക്കിക്കൊണ്ട് 100 വർഷത്തെ അതിശക്തമായ പദ്ധതി ഉണ്ടാക്കിയിട്ട് എല്ലാ വിഭാഗീയ പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യയിൽ ഭരണസിരാ കേന്ദ്രത്തെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ് RSS BJP. അവർ ഇന്ത്യ ഭരിക്കുന്ന ഫാസിസ്റ്റ് പ്രസ്ഥാനമാണ്. ലോകത്ത് ഹിറ്റ്ലറുടെ മുസോളിനിയുടെ തത്വശാസ്ത്രത്തെ പിന്തുടരുന്ന പാർട്ടി, മനുഷ്യരുടെ ചോരയിൽ വിശ്വസിക്കുന്ന പ്രസ്ഥാനങ്ങൾ, പിന്നോക്ക ജാതിയെയും മുസ്ലിം ന്യൂനപക്ഷങ്ങളെയും അരുംകൊല ചെയ്തുകൊണ്ട് മാത്രം വളരുവാൻ ആഗ്രഹിക്കുന്ന പാർട്ടി. ഇന്ത്യയിൽ എത്രയെത്ര കൊലപാതകങ്ങൾ, എത്രയെത്ര വർഗീയ ലഹളകൾ ഇവരുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. എന്നിട്ട് അതിനെക്കുറിച്ച് പറയുമ്പോഴൊക്കെ തൂക്കമൊപ്പിക്കാൻ വേണ്ടി ന്യൂനപക്ഷ വർഗീയതയെ കുറിച്ച് സംസാരിക്കുക. ന്യൂനപക്ഷ വർഗീയത ഉണ്ടെങ്കിൽ നടപടിയെടുക്കണം, കൃത്യമായ നിലപാട് സ്വീകരിക്കണം, അതിൽ നമുക്ക് സംശയമില്ല. പക്ഷേ വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളെ ആ സ്വഭാവത്തിൽ കൈകാര്യം ചെയ്യുക. കേരളത്തിലെ ക്യാമ്പസുകളിൽ, പ്രൊഫഷണൽ ക്യാമ്പസുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനികൾ ആ സ്വഭാവത്തിൽ ചിന്തിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വർഗീയതയിലേക്കും തീവ്രവാദത്തിലേക്കുമുള്ള
ആകർഷിക്കുന്നതിനുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ നടത്തുന്നതിന് വേണ്ടി പ്രൊഫഷണൽ കോളേജുകളിൽ കേന്ദ്രീകരിച്ച് വിദ്യാസമ്പന്നരായ യുവതികളെ ആ വഴിയിലേക്ക് ചിന്തിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നു. ഇത് RSSന്റെ രേഖയിലുള്ളതല്ല, BJPന്റെ രേഖയിലുള്ളതല്ല. CPMകാർ അവരുടെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പ്രസംഗിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കി കൊടുത്ത കൈപുസ്തകത്തിൽ എഴുതി വെച്ചതാണ്. 3 MLA-മാർ മുഖ്യമന്ത്രിക്ക് ചോദ്യം കൊടുത്തു, താങ്കളുടെ പാർട്ടി കേരളത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കൈപുസ്തകത്തിലുള്ള ഈ വാക്യം ശരിയാണോ? 3 MLA-മാർക്കും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ മറുപടി കൊടുത്തു, കേരളത്തിന്റെ ക്യാമ്പസുകളിൽ അത്തരമൊരു രീതിയില്ല എന്ന് പറഞ്ഞാൽ ഭരണകൂടം ഔദ്യോഗികമായി പറയുകയാണ്, കേരളത്തിലെ പ്രൊഫഷണൽ ക്യാമ്പസുകളിൽ യുവതികളെ തീവ്രവാദത്തിലേക്ക് നയിക്കുന്നതിനുള്ള ബോധപൂർവമായ നീക്കങ്ങൾ നടക്കുന്നില്ല എന്ന് ഭരണകൂടം മറുപടി പറയുകയാണ്. CPMന്റെ പ്രഭാഷണത്തിന്റെ കൈപുസ്തകത്തിൽ അതുണ്ട്. ഞങ്ങൾ ചോദിക്കട്ടെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച മറുപടിയിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നെങ്കിൽ 4/10/2021 നടന്ന നിയമസഭാ മറുപടിയിലാണ് അതുള്ളത്. എന്നിട്ട് ഞങ്ങൾ ചോദിക്കട്ടെ, പാർട്ടിയെ ക്ലാസുകളിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടി CPM ഉണ്ടാക്കിയ രേഖ പാസാക്കുമ്പോൾ സഖാവ് പിണറായി വിജയൻ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നില്ലേ? ഇതിനൊരു മറുപടി കൊടുത്തിട്ട് ഇത് പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയാൻ കേരളത്തിൽ CPM തയ്യാറായിട്ടുണ്ടോ? ഈ പ്രചരണത്തിലൂടെ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? കേരളത്തിൽ എന്ത് മെസ്സേജാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? സഖാവ് വിജയരാഘവനെ പോലെ ചിന്തിക്കുന്ന ആളുകളല്ല പാർട്ടിയിലുള്ളതെങ്കിൽ മതേതര ബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും മണ്ണോട് ചേർന്നുകൊണ്ടുള്ള സാമൂഹ്യ പ്രവർത്തനവും അറിയാവുന്ന സഖാക്കളുണ്ടെങ്കിൽ അവരെ പോലും വിഭാഗീയത പഠിപ്പിക്കാനാണ് ഈ നീക്കമെന്ന് ആരെങ്കിലും ആശങ്കിച്ചാൽ കുറ്റപ്പെടുത്താൻ കഴിയുമോ? അതുകൊണ്ട് ഈ കത്ത്, ഈ സിനോപ്സിസ് പിൻവലിച്ച് കേരളത്തോട് പരസ്യമായി മാപ്പ് പറയാൻ CPM തയ്യാറാകണമെന്ന് ഈ സന്ദർഭത്തിൽ വെൽഫെയർ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കേരളക്കരയിൽ കുറച്ചു കാലമായി വെൽഫെയർ പാർട്ടിയെ CPM കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെൽഫെയർ പാർട്ടിക്കെതിരെ അതിശക്തമായ പ്രചരണങ്ങൾ നടക്കുകയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുതൽ അത് നമ്മൾ കണ്ടതാണ്. കേരളത്തിൽ കഴിഞ്ഞ 11 വർഷമായി വെൽഫെയർ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിലെ മുന്നണികളോട്, രാഷ്ട്രീയ പാർട്ടികളോട് അതിശക്തമായ സംവാദങ്ങളും ആശയപരമായ വിയോജിപ്പുകളും ഉള്ളപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ BJP ഒഴികെയുള്ള പ്രസ്ഥാനങ്ങളോട് സഹകരിക്കുന്ന നിലപാടാണ് വെൽഫെയർ പാർട്ടി സ്വീകരിച്ചത്. CPM-മായി സഹകരിച്ചിട്ടുണ്ട്, LDF-മായി സഹകരിച്ചിട്ടുണ്ട്, രാഷ്ട്രീയ നീക്കുപോക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എത്ര നിഷേധിച്ചാലും കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ ഉണ്ടായ രാഷ്ട്രീയ സഖ്യങ്ങളെ ജനം മറക്കുകയില്ല എന്ന് CPM മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾക്കിത് പറയുന്നതിൽ യാതൊരു മടിയുമില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്തരം നീക്കങ്ങൾക്ക് വേണ്ടി CPM വന്നിരുന്നു. UDF-മായി ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. ഇപ്പോഴും പല പഞ്ചായത്തുകൾ ഒരുമിച്ച് ഭരിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടുണ്ട്. കാരണം മതേതര രാഷ്ട്രീയ പാർട്ടികളോട്, മതേതര മുന്നണികളോട് ആശയപരമായ വിയോജിപ്പുകൾ ഉണ്ടായിരിക്കെ തന്നെ സൗഹൃദത്തിൽ നിൽക്കാനും രാഷ്ട്രീയമായ യോജിപ്പുകളുടെ ഇടം കണ്ടെത്തുവാനും തീരുമാനിച്ച പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. ഇന്ത്യ രാജ്യത്ത് അങ്ങനെ നടക്കണമെന്ന ആഗ്രഹമാണ് വെൽഫെയർ പാർട്ടിക്കുള്ളത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് വെൽഫെയർ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് SKR ഇലിയാസിന്റെ നേതൃത്വത്തിൽ അത്തരം വലിയൊരു മുന്നേറ്റത്തിന് വെൽഫെയർ പാർട്ടി നേതൃത്വം കൊടുത്തു. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് സംഘപരിവാരം നേരിടണമെന്ന ആശയവുമായി വളരെ യാദൃശ്ചികമായി ആ സംഘത്തിൽ ഞാനും ഉണ്ടായിരുന്നു.
സഖാവ് യെച്ചൂരിയെ കണ്ടു. ദീർഘമായ സംഭാഷണം നടന്നു. ഒടുവിലെ യെച്ചൂരി പറയാണ്, കേരളത്തിലെ പാർട്ടി അംഗീകരിക്കാതെ നമ്മൾ എന്താ ചെയ്യുക? ഇത്തരം ഒരു വർത്തമാനമാണ് അഖിലേന്ത്യാ സ്വഭാവത്തിൽ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ CPM-ന്റെ അഖിലേന്ത്യാ പാർട്ടി നിലപാടും കേരളത്തിലെ പാർട്ടി നിലപാടും വ്യത്യസ്തമാകുന്നുണ്ടോ എന്ന് സഖാക്കൾ പരിശോധിക്കണമെന്നാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് ഇന്ത്യ അതിസങ്കീർണമായ ചുറ്റുപാടിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത രാജ്യമായി കേരളം മാറുകയാണ്. കർഷകർക്ക് ജീവിക്കാൻ കഴിയാത്ത രാജ്യമായി മാറുകയാണ്. തൊഴിലാളികൾക്ക് ജീവിക്കാൻ കഴിയാത്ത രാജ്യമായി മാറുകയാണ്. ദളിതുകൾക്ക്, പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത രാജ്യമായി മാറുകയാണ്. ഏറ്റവും ഒടുവിൽ ഇന്ത്യ രാജ്യത്തിലെ വിവിധ മേഖലകളിൽ സ്കൂളുകൾ നടത്തുന്ന, ആതുരാലയങ്ങൾ നടത്തുന്ന, സാധാരണക്കാരായ പാവപ്പെട്ട ക്രൈസ്തവ സഭകളിലോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കന്യാസ്ത്രീകളെ വരെ തെരുവിൽ ചോദ്യം ചെയ്യുകയും അവർക്ക് വരെ ഭീതി ഉണ്ടാക്കുകയും ചെയ്യുന്ന ചുറ്റുപാട് സംജാതമാവുകയാണ്. ഭരണകൂടങ്ങൾ അവരുടെ തന്നെ പിന്തുണയോടെ RSSന്റെ ഗുണ്ടകളെയും പോലീസ് പട്ടാളത്തെയും ഒക്കെ ഇറക്കി വിട്ടുകൊണ്ടാണ് ഈ സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യം നഷ്ടപ്പെടുകയാണ്. പാർലമെന്റ് സംവിധാനങ്ങൾ മാത്രമല്ല, ഇന്ത്യയിലെ ജുഡീഷ്യറിയും ഇന്ത്യ രാജ്യത്തിലെ സർവകലാശാലകളും എല്ലാം RSSന്റെ കൈകളിലേക്ക് എത്തുകയാണ്. RSS രാജ്യത്തെ കാർന്നു നിന്ന അതിഭീകരമായ ക്യാൻസറാണ്. അത് പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ചെറുത്തു തോൽപ്പിക്കാൻ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കണം. കോൺഗ്രസും CPM തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. മുസ്ലിം ലീഗും മറ്റ് പാർട്ടികളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വെൽഫെയർ പാർട്ടിയും UDF-ഉം LDF-ഉം ഒക്കെ ആയിട്ട് ആശയങ്ങളിൽ വ്യത്യസ്തതകളുണ്ട്. അതുകൊണ്ടാണല്ലോ വ്യത്യസ്ത കൊടികളും വ്യത്യസ്ത പാർട്ടികളുമായത്. പക്ഷേ ഇന്ത്യ നിലനിൽക്കണോ വേണ്ടേ എന്ന അതിപ്രധാന ചോദ്യത്തിന് മുമ്പിലാണ് രാജ്യമുള്ളത്. ഈ ചോദ്യത്തിന് ഒരുമിച്ച് നിന്ന് ഇന്ത്യയുടെ മതേതരത്വത്തെ നിലനിർത്താൻ, ഇന്ത്യയുടെ ജനാധിപത്യത്തെ നിലനിർത്താൻ, ഇന്ത്യയെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണമെന്നാണ് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടി താൽക്കാലികമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെക്കണം. കഴിയും. കേരള സംസ്ഥാന ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് തന്നെ വിശകലനം ചെയ്താൽ നമുക്ക് ഇത് കാണാൻ സാധിക്കും. BJP-യുടെ കൂടെ 38% വോട്ട് ചെയ്തവരാണ് ഉള്ളത്. 62% മതേതരത്വത്തിന്റെ കൂടെയാണ്, ജനാധിപത്യത്തിന്റെ കൂടെയാണ്. പക്ഷേ ആ 62%-ന് ഒത്തൊരുമിച്ച് നിൽക്കാൻ സാധിച്ചാൽ മാത്രമേ BJP-യെ ഇന്ത്യയുടെ ഭരണശിലാ കേന്ദ്രത്തിൽ നിന്ന് പുറന്തള്ളാൻ കഴിയുകയുള്ളൂ. ആ മുന്നേറ്റത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചേർന്നു വന്നത് കേരളവും അതേപോലെ തന്നെ തമിഴ്നാടുമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് സംജാതമായില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് അത്തരമൊരു വിശാലമായ മഴവിൽ മുന്നേറ്റത്തിന് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണം. UP ഇലക്ഷനിൽ അത് സാധ്യമാകണം. അത്തരം ശ്രമങ്ങൾക്ക് വെൽഫെയർ പാർട്ടി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് ഇന്ന് പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. ഉമർ ഖാലിദിന്റെ പിതാവും അഖിലേഷ് യാദവിന്റെ പിതാവും അഖിലേഷ് യാദവും തമ്മിൽ സംസാരം തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ചർച്ചകളെ പോലും വിഭാഗീയതയിലേക്ക് നയിക്കാൻ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ CPM നടത്തുന്നത് പോലുള്ള ശ്രമം, ഇത്തരം ശ്രമങ്ങൾ അവസാനിപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വെൽഫെയർ പാർട്ടി ക്ഷേമ രാഷ്ട്രീയത്തെ നാട്ടിന് മുമ്പിൽ പരിചയപ്പെടുത്തുന്ന പ്രസ്ഥാനമാണ്. ന്യൂനപക്ഷങ്ങൾ, പിന്നോക്ക ജനവിഭാഗങ്ങൾ, ദളിതുകൾ, ക്രൈസ്തവർ, ആദിവാസികൾ, തൊഴിലാളികൾ, കർഷകർ ഇവരുടെ മുന്നേറ്റത്തിൽ ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനം എല്ലാ ഘട്ടത്തിലും ശാന്തിയുടെ, സമാധാനത്തിന്റെ, ജനസേവനത്തിന്റെ പുതിയ വർത്തമാനങ്ങളുമായി കേരള രാഷ്ട്രീയത്തിലേക്ക്, ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഉദയം ചെയ്യുകയും ഒരു ക്ഷേമരാഷ്ട്രം എന്ന കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ചുകൊണ്ട് ഈ രാജ്യത്ത് സമത്വത്തിൽ അധിഷ്ഠിതമായ വിവേചനമില്ലാത്ത ഒരു പുതിയ ഇന്ത്യക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുക. ഞങ്ങളെ തീവ്രവാദികളാണെന്നൊക്കെ പറയുന്ന ആളുകൾ CPM-കാരാണ് അധികം പറയുന്നതിനനുസരിച്ച് ഈ പാർട്ടിക്ക് ശക്തി കൊടുക്കൊണ്ടിരിക്കുക.
കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിക്കെതിരെ അത്തരം വർത്തമാനവുമായി കേരളത്തിലുടനീളം CPM വന്നു. പക്ഷേ അതിശക്തമായ മുന്നേറ്റം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിക്ക് സാധ്യമായി. ക്യാമ്പസുകളിൽ SFI ഫ്രട്ടേണിറ്റിക്കെതിരെ രംഗത്ത് വരുന്നു. പക്ഷേ ഫ്രട്ടേണിറ്റി ഒരു പുതിയ താരോദയം എന്ന നിലക്ക് കേരളത്തിന്റെ ക്യാമ്പസുകളിൽ അതിശക്തമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്കതിൽ യാതൊരു ആശങ്കയില്ല. പക്ഷേ ഞങ്ങളെ കുറിച്ച് പറയിപ്പിക്കരുത്. കേരളത്തിലെ ചോരയുടെ രാഷ്ട്രീയമാരുടേതാണ്, വെറ്റിന്റെ രാഷ്ട്രീയമാരുടേതാണ്, മനുഷ്യ കുരുതികളുടെ രാഷ്ട്രീയമാരുടേതാണ്. CPM-ന്റേതല്ലേ? കണ്ണൂരിന്റെ തെരുവുകൾ ആ കഥ നമ്മളോട് പറയും. ഒരു അധ്യാപകൻ അദ്ദേഹം ക്ലാസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിഞ്ചു കുട്ടികളൊക്കെ അക്ഷരം പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ക്ലാസ് റൂമിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അദ്ദേഹത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയതിന്റെ അവകാശം ആർക്കാൻ? വെൽഫെയർ പാർട്ടിക്കാണോ? CPM അല്ലേ അതേപോലെ സംസ്കാരം കേരളത്തിലുണ്ടാക്കിയത്? എന്നിട്ട് ആ അധ്യാപകന്റെ ശരീരത്തിലേക്ക് CPM-ന്റെ വടിവാൾ ആണ്ടാണ്ട് വീഴുമ്പോൾ തെറിച്ചു വീണ ചോരത്തുള്ളികൾ കൊണ്ട് മോഹാലസ്യപ്പെട്ടു പോയ പാവപ്പെട്ട കുട്ടികളുടെ നാടാണ് കേരളം എന്ന് നമ്മൾ അറിയണം. ഒരു വീട്ടിൽ ചെന്നിട്ട് കഥകിൽ മുട്ടിയിട്ട് വെള്ളം ചോദിക്കുക. ഭാര്യയും ഭർത്താവ് എഴുന്നേറ്റ് വരുന്നു. വെള്ളമെടുക്കാൻ വേണ്ടി അകത്തേക്ക് ഭാര്യ പോകുന്നു. വെള്ളവുമായി വരുമ്പോൾ CPM-കാർ വെട്ടി മുറിച്ചിട്ട ശരീരത്തെയാണ്, സ്വന്തം ഭർത്താവിന്റെ ശരീരത്തെയാണ് കാണാൻ സാധിക്കുന്നത്. ഞങ്ങളെ കൊണ്ട് അധികം പറയിപ്പിക്കരുത് ചോരക്കലിയുടെ രാഷ്ട്രീയത്തെ കുറിച്ച് എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഏത് പാർട്ടിയാണ് ഈ രാഷ്ട്രീയത്തിൽ കേരളത്തിൽ മുന്നോട്ട് പോകാത്തത്? വെൽഫെയർ പാർട്ടി പറയുന്നു ബോംബിന്റെ വടിവാളിന്റെ ചോരയുടെ രാഷ്ട്രീയമല്ല ഈ നാടിന് ആവശ്യമുള്ളത്. പാർട്ടി ആഫീസുകൾ സൂക്ഷിക്കുന്ന ബോംബിനേക്കാൾ, വടിവാളുകളെക്കാൾ, തലയണയുടെ അടിയിൽ സൂക്ഷിക്കുന്ന കത്തികളെക്കാൾ നാട്ടിന് സുരക്ഷിതത്വം നൽകുക, സ്നേഹിക്കുന്ന, സൗഹൃദമുള്ള, ഓടി വരണേ എന്ന് പറയുമ്പോൾ ഓടി വരാൻ കഴിയുന്ന അയൽക്കാരന്റെ സാന്നിധ്യമാണ്. ഈ രാഷ്ട്രീയമാണ് കേരളത്തിൽ വേണ്ടത്. ഈ രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് വെൽഫെയർ പാർട്ടി പ്രവർത്തിക്കുന്നത്. സൗമനസ്യത്തിന്റെ, സ്നേഹത്തിന്റെ, ജനസേവനത്തിന്റെ രാഷ്ട്രീയം. ചോരയുടെ രാഷ്ട്രീയം കളിക്കുന്നവർ ഞങ്ങളെ കുറിച്ച് അത്തരം വർത്തമാനങ്ങൾ പറഞ്ഞാൽ കേരളത്തിന്റെ തെരുവുകളിൽ നിങ്ങളുടെ മുഖം പിച്ചു ചീന്താൻ ഞങ്ങൾക്ക് കഴിയും. അതിലേക്ക് ഞങ്ങളെ നയിക്കരുത് എന്നാണ് ചുരുങ്ങിയ ഭാഷയിൽ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, ഈ നാടിന്റെ നന്മയിൽ, ഈ നാടിന്റെ പുരോഗതിയിൽ, സാധാരണക്കാരന്റെ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഇപ്പോൾ നമുക്കറിയാലോ, കോട്ടയത്ത് വലിയ പ്രളയമുണ്ടായി. നിരവധി ജീവനുകൾ പൊലിഞ്ഞുപോയി. എല്ലാം നഷ്ടപ്പെട്ട ഹതഭാഗ്യവാന്മാരായ മനുഷ്യർ. ഞാൻ ആ വീടുകളിലൂടെ പോയിരുന്നു കഴിഞ്ഞ ദിവസം. എല്ലാവരും ഒരുമിച്ച് സേവനം ചെയ്യാൻ ടീം വെൽഫെയറിന്റെ ചെറുപ്പക്കാരുണ്ട്, DYFIയുടെ സുഹൃത്തുക്കളുണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ചെറുപ്പക്കാരുണ്ട്. ഒരുമയായി ആ നാടിനെ കൈപിടിച്ചുയർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. വലിയ അടരായി നിൽക്കുന്ന ചേറും ചെളിയുമൊക്കെ വീടുകളിൽ നിന്ന് കഴുകി വൃത്തിയാക്കാൻ നമ്മുടെ നാട്ടിൽ നിന്ന് വരെ സുഹൃത്തുക്കൾ പോയിട്ട് വലിയ പ്രവർത്തനം നടക്കും. ഇതാണ് കൂട്ടരെ രാഷ്ട്രീയം. ഈ രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് വെൽഫെയർ പാർട്ടി നിലകൊള്ളുന്നത്. അതുകൊണ്ട് വിഭാഗീയ വർത്തമാനങ്ങൾ അവസാനിപ്പിക്കുകയും വിദ്വേഷ പ്രചരണങ്ങൾക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇടം കൊടുക്കാതിരിക്കുന്ന പുതിയ മനസ്സുകളെ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യാൻ നമുക്ക് സാധിക്കണം. പല രൂപത്തിൽ വംശീയത നടത്തുന്ന, വംശീയ അധ്യാപനം നടത്തുന്ന, അതിനെതിരെ നിയമനിർമ്മാണം നടത്തണമെന്ന് കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ജയ് ഹിന്ദ്.